നെക്സ്റ്റ് ഡൈപോൾ. ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജസ്, അതായത് ഒരു പോയിന്റ് ചാർജ് -q, ഒരു പോയിന്റ് ചാർജ് +q, അത് വളരെ അടുത്ത് വയ്ക്കുക. അപ്പൊ രണ്ട് ചാർജും കൂടി ചേർന്നിട്ടൊരു സിംഗിളിന്റെ എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുക. അതുപോലെ ഈ രണ്ട് ചാർജുകളുടെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഓരോ പോയിന്റിൽ എത്ര വരും, ഇത് രണ്ടും കൂടി ചേർന്നതാണ് ആ പോയിന്റിൽ ഉണ്ടാവുക എന്നാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ is a pair of equal and opposite point charges q and -q separated by a distance 2a. അപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മിഡ് പോയിന്റ് a, അടുത്ത മിഡ് പോയിന്റ് അപ്പുറം a, രണ്ടും കൂടി ചേർത്ത് 2a. അപ്പൊ ഇതിനൊരു ഫീൽഡ് ഡയറക്ഷൻ പറയണം. ഇപ്പൊ -q ഡയറക്ഷൻ ചാർജിനകത്തേക്കും +q പുറത്തേക്കും എന്നാണല്ലോ. ഇത് രണ്ടും കൂടി ചേർന്ന ഡൈപോളിന്റെ ഒരു ഡയറക്ഷൻ, ഫീൽഡ് ഡയറക്ഷൻ പറയണം. അത് മൊത്തത്തിൽ -q നിന്ന് +q എന്ന് പറയും. The midpoint locations of -q and q is the center of the dipole. Equal charge ആയതുകൊണ്ട് the total charge of the electric dipole is 0, but the field is not 0. അതായത് ഈ രണ്ട് ചാർജിന്റെ ആക്സിൽ ലൈനിൽ നേരെ വലത്തോട്ട് ഒരു കുറച്ച് മാറി ഒരു പോയിന്റ് ഉണ്ട് വിചാരിക്കുക, അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് 0. പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് വേണം നമ്മൾ കണക്കൂട്ടിയെടുക്കണമെങ്കിൽ പൊതുവെ. അപ്പോൾ ഒരു ഐഡിയൽ ഡൈപോൾ നമുക്ക് ആവശ്യമാണ്. നേരത്തെ അതുമാതിരി ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണക്കാക്കിയപ്പോൾ പോയിന്റ് ചാർജ് Q ഒരു നെഗ്ലിജിബിളി സ്മാൾ എന്നെടുത്തിട്ടാണല്ലോ തുടങ്ങിയത്. ഇതുപോലെ ഈ ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് 0 അല്ല. അപ്പൊ നമുക്ക് നിയർലി ക്യാൻസൽ ഔട്ട് ഒരു പോയിന്റ് വേണം. അത് എപ്പോഴും എങ്ങനെ കിട്ടും? ഡിസ്റ്റൻസ്, അതായത് ഡൈപോളിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് കൂടുതലും 2a വളരെ വളരെ, അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 2a വളരെ വളരെ കുറവ്. മറിച്ച് പറയുകയാണെങ്കിൽ 2a 2a വളരെ കൂടുതലാവുക. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഡൈപോൾ ഐഡിയൽ ഡൈപോളായി. അപ്പൊ വെൻ r is very very larger than 2a, the fields due to q and -q nearly cancel out. Thus ideal dipole consists of two very large charges +q and -q separated by very small distance. Okay. ഇനി ഒരു ഡൈപോളിന്റെ ആക്സിസിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ, ആക്സിൽ ലൈനിൽ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ആ ചിത്രം നോക്കുക. അത് നമുക്കിതുപോലെ ഡിറൈവ് ചെയ്യാനും അറിയണം. ചിത്രം നോക്കുക. എ എന്നൊരു പോയിന്റിൽ -q ചാർജ്, ബി +q ചാർജ്, മിഡ് പോയിന്റ് O, A to O ലെങ്ത് A, O to B A. അപ്പൊ മൊത്തം A to B 2a. സെന്ററിന്ന് r ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് P. ആ പിയിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇ എ എന്നാൽ എ ചാർജിന്റെ, അതായത് നെഗറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് പിയിൽ എന്ത് വരും? അപ്പൊ നമുക്ക് അറിയുന്നത് k/q/r² എന്നാണ്. അപ്പൊ k/q/r² പറയുമ്പോൾ q എന്ന് പറയുന്നത് ചാർജ് q, r ഡിസ്റ്റൻസ് ഏതാ? മിഡ് പോയിന്റ് എന്നുള്ള r-ഉം പിന്നെ ഒരു a-യും, അങ്ങനെ r+a². ഡയറക്ഷൻ ടുവേഴ്സ് ലെഫ്റ്റ്. ചാർജിലേക്കാണല്ലോ. അപ്പൊ പിന്ന് ലെഫ്റ്റിലേക്ക് അതിന്റെ ഡയറക്ഷൻ. ഇനി ഇ ബി എന്നാൽ ബി ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി, k/q/r². r എത്ര? സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആയ r, അതിന്ന് ഒരു a കുറച്ചത്, r - a²
ടുവേർഡ്സ് റൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് എന്ന് പുറത്തേക്ക്. അപ്പൊ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒക്കെ അനുസരിച്ചാണെങ്കിൽ 2-3 ചാർജുകൾ ഉണ്ടെങ്കിൽ രണ്ടിന്റെയും കൂടി ആഡ് ചെയ്താണല്ലോ നമ്മൾ നേരത്തെ നമ്മൾ മിക്ക പ്രോബ്ലങ്ങളും അങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പൊ ഇ അറ്റ് പി എന്ന് പറഞ്ഞാൽ ഇയും ഇ ബിയും കൂടെ കൂട്ടുക, അതായത് വെക്ടർ സം ആണ് റിസൾട്ടന്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ വെക്ടർ സം എന്ന് പറയുമ്പോൾ 2 ഡയറക്ഷനിലാകുമ്പോൾ ഒന്ന് മൈനസ് കൊടുത്തു. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു നേരത്തെ നമ്മൾ എഴുതിയതുപോലെ എഴുതി അതിനെ ഒന്ന് ചുരുക്കി കെ ക്യൂ ഇൻറ്റു 1/r മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് 1/r പ്ലസ് എ ഹോൾ സ്ക്വയർ. അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതായത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ LCM ഒക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈസ് ഈക്വൽ ടു കെ ക്യൂ ഇൻറ്റു 4AR/r മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഐഡിയൽ ഡൈപോൾ ആണെങ്കിൽ എ വളരെ വളരെ ചെറുതും ആറ് അതിനെ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് ആർ മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ എന്നതിലെ എ ഒഴിവാക്കാം. അപ്പോൾ ആർ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് മാത്രമായി, അതായത് r⁴. അതിലെ മുകളിൽ ഒരു ആറും വെട്ടിപ്പോയ r³ ചുരുക്കത്തിൽ ഇ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 4QA/r³ എന്ന് കിട്ടി. ഇതാണ് ഒരു ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ സ്വാധീനിക്കുന്നത് r എത്ര ഡിസ്റ്റൻസിലാണ്, ഓരോ ചാർജും എത്രയുണ്ട്, അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത്, QA/1/r³ എന്ന് കിട്ടി. പിന്നെ അതിന്റെ പെർമിറ്റിവിറ്റി എല്ലാം കൂടി ചേർന്ന 1/4πε0 ആയ കെയും. ഇതില് ഡൈപോള് സ്ട്രെങ്ത് എന്നുണ്ട്, അതായത് ഡൈപോൾ മൊമെന്റ്, അത് 2AQ ആണ്. അത് നമ്മൾ പിന്നെ ഒന്ന് ചർച്ച ചെയ്യും. 2AQ. അപ്പോൾ 4QA പകരം 2P എന്നും കൊടുക്കാം. അപ്പൊ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 2P/r³. പി എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ്. ഇതിലിടയ്ക്ക് ഇങ്ങനെ മനസ്സിലായില്ലെങ്കിൽ വെറുതെ ഒന്ന് അപ്പുറത്ത് നോക്കിയാൽ അത് എങ്ങനെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നതെന്ന് അതും കൂടി നിർത്തി മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിളാണിത്, വലിയ കാര്യമൊന്നുമില്ല. ഈ എന്താണ്, നമ്മൾ Q/r² എന്താണെന്നുള്ളതായി പിന്നെ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പിന്നെ ഫ്രാക്ഷൻ നമ്പർ കൂട്ടാനും കുറയ്ക്കാനും അറിയുക. ഇതിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് അറിവൊന്നും ഇതിന് ആവശ്യമില്ല. ഓക്കെ. ഇനി ഒരു ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിലുള്ള ഒരു പോയിന്റ്, അതിനെന്ത് ഇലക്ട്രിക് ഫീൽഡ് വരും എന്നാലോചിക്കാം. ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ താഴത്ത് നോക്കാം. എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദി ഡൈപോൾ ആക്സിസ് ത്രൂ ഇറ്റ്സ് സെന്റർ. ഇനി ആ ചിത്രം നോക്കുക. എ ഒരു പോയിന്റ്, അവിടെ ഒരു -q +q ബിയിലുണ്ട്. ഇക്വറ്റോറിയൽ പ്ലെയിനിലുള്ള ഒരു പോയിന്റ് ആണ് പി. അവിടെ നിന്ന് ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും പിയിൽ, ബിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും പിയിൽ. എയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എയിലേക്ക്, കാരണം നെഗറ്റീവ്. ബിന്റെ ഇലക്ട്രിക് ഫീൽഡ് ബി എന്ന് പുറത്തേക്ക് പി ഡയറക്ഷനിൽ. ആ ചിത്രം നോക്കുക. ആ ലൈനിന് നേരെ പി കൂടി മുകളിലേക്ക് ഒരു ആരോ വരച്ചിട്ടുണ്ട്. ഇതില് പി എന്ന് താഴോട്ട് വൈ കൂടി എക്ക് ഒരു ഡയറക്ഷൻ വരച്ചിട്ടുണ്ട്. ഈ 2 ഡയറക്ഷൻ. അപ്പൊ ഒരു ഫോഴ്സ് ആ പോയിന്റിൽ ഒരു പോയിന്റ് ചാർജ് ഉണ്ടെങ്കിൽ, പിയിൽ ഒരു പോയിന്റ് ചാർജ് ഉണ്ടെങ്കിൽ ഫോഴ്സ് കൊടുക്കും. എന്റെ ഫോഴ്സും ബിന്റെ ഫോഴ്സും ഉണ്ടാവും. പക്ഷെ അത് ചരിഞ്ഞ് ഫോഴ്സ് കൊടുത്താൽ അത് കമ്പോണന്റ് ആയി മാറും എന്നാണ് നമ്മൾ പഠിച്ചത്. പെർപെൻഡിക്കുലർ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻസ്. ഇതിന്റെ പെർപെൻഡിക്കുലർ കമ്പോണൻസ് ബിന്റെ ഇ ബി സൈൻ തീറ്റ, എന്റെ ഇ എ സൈൻ തീറ്റ. രണ്ട് ഡയറക്ഷനിലാണ് ഫോഴ്സ്. അതുകൊണ്ട് 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വെർട്ടിക്കൽ കമ്പോണന്റ്. അത് ക്യാൻസൽ ചെയ്തു പോയി. ഇത് രണ്ടിന്റെയും ഹൊറിസോണ്ടൽ കമ്പോണന്റ് സെയിം ഡയറക്ഷൻ, ഇ എ കോസ് തീറ്റ, ഇ ബി കോസ് തീറ്റ. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇ എ കോസ് തീറ്റയും ഇ ബി കോസ് തീറ്റയും കൂടെ കൂട്ടിയതാണ്. അപ്പൊ തീറ്റ എത്ര ചരിഞ്ഞിരിക്കണോ അതുപോലെ. ഇനി ഈ ഒരു അറിവ് ഇത് കൂടുതലായി വിശദീകരിച്ച് എഴുതേണ്ട കാര്യമില്ല. ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ മതി. ഇനി നമുക്ക് വേണ്ട സ്റ്റെപ്പുകൾ നോക്കുക. ഇത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് ഓൺ ദി ഇക്വറ്റോറിയൽ പ്ലെയിൻ.
ഇ അറ്റ് പി എന്നത് ഇ എ കോസ് തീറ്റയും ഇ ബി കോസ് തീറ്റയും കൂടെ കൂട്ടിയതാണ് എന്നെഴുതി. രണ്ടും ഒരു ഡയറക്ഷനിലായതുകൊണ്ട്. വെക്ടർ സം എന്ന് പറയുമ്പോൾ രണ്ടും പോസിറ്റീവാണ്. ഇ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ ബൈ വൈ സ്ക്വയർ. എന്താ അത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ചാർജ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ, വൈ സ്ക്വയർ, ക്യൂ ബൈ വൈ സ്ക്വയർ. വൈ ആണ് ഡിസ്റ്റൻസ്, ചരിഞ്ഞ് എ ഇന്ന് പിയിലേക്ക്. ഇനി കോസ് തീറ്റ. കോസ് തീറ്റ എന്താണെന്ന് ഈ ചിത്രത്തിൽ നോക്കുക. ഒരു ട്രയാങ്കിൾ, ഹൈപ്പോട്ടന്യൂസ് വൈ, അഡ്ജസൻറ്റ് സൈഡ് എ, അപ്പൊ എ ബൈ വൈ കോസ് തീറ്റ. അതുപോലെ ഇ ബി ക്യൂ ബൈ വൈ സ്ക്വയർ എ ബൈ വൈ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ ടു എ ബൈ വൈ ക്യൂ. വൈ എന്ന് പറയുന്നത് എന്താ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ എ സ്ക്വയർ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണല്ലോ. ചിത്രം വീണ്ടും നോക്കുക, പോസ് ചെയ്തിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ വൈ ക്യൂബിന് പകരം റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ ക്യൂബ് എന്നെഴുതാം. ഇനി ഇത് ഒരു ഐഡിയൽ ഡൈപോൾ, ആർ വെരി ലാർജ് ആണ്. അപ്പോൾ എ ഈസ് നെഗ്ലിജിബിൾ, അതുകൊണ്ട് എ ഒഴിവാക്കി. ആർ സ്ക്വയർ, റൂട്ട് ഓഫ് ആർ സ്ക്വയർ മാത്രമായി. റൂട്ട് ഓഫ് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ, ദെൻ ക്യൂബ്, ആർ ക്യൂബ്. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു കെ 2qa ബൈ ആർ ക്യൂബ്. 2qa എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് പിക്ക് ഈക്വലാണ്. അപ്പൊ ഇ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു പി ബൈ ആർ ക്യൂബ് എന്നും എഴുതാം. ഓക്കെ. കഴിഞ്ഞതിൽ നമ്മൾ സൂചിപ്പിച്ച ഡൈപോൾ മൊമെന്റ്, അത് ഒരു ഡൈപോളിന്റെ സ്ട്രെങ്ത് ആണ് ഈ ഡൈപോൾ മൊമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a. 2a എന്ന് പറയുന്നത് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ക്യൂ എന്ന് പറയുന്നത് അതിലെ ഓരോ ചാർജും. ഒരു ചാർജ്, ഏതെങ്കിലും ഒരു ചാർജ്, അത് കൂളം മീറ്റർ ഇതിലാണ് കണക്കാക്കുക. സി ഫോർ കൂളം, എം മീറ്റർ. The dipole field at large distance falls off as 1 by r cube. അതായത് നേരത്തെ നമ്മൾ പഠിച്ച 2p by r cube ആയാലും k p by r cube ആയാലും ഇവിടെ ഡിസ്റ്റൻസ് വളരെ ദൂരെയാണെങ്കിൽ ഡൈപോൾ ഫീൽഡ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് 1 by r ക്യൂബിനനുസരിച്ചാണെന്ന് അർത്ഥം. നേരത്തെ ഡിസ്റ്റൻസ് ഒരു സിംഗിൾ ആണെങ്കിൽ, അതായത് ഒരു ചാർജും അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് 1 by r സ്ക്വയറിനനുസരിച്ചാണ്. ഇത് 1 by r ക്യൂബാണ് ഡിപ്പെൻഡന്റ്. അപ്പൊ രണ്ട് ചാർജ് ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജുകൾ അടുത്തടുത്ത് വെച്ച് ഡൈപോൾ ഉണ്ടാക്കിയാൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് 1 by r ക്യൂബിനോടും, സിംഗിൾ ചാർജ് ആണെങ്കിൽ 1 by r സ്ക്വയറും. ഈ കൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ magnitude and the direction of the dipole field. Dipole field depends on the angle between vector r and vector p. അതായത് ഒരു ഡൈപോൾ ഫീൽഡിന്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് 1 by r ക്യൂബിനാണ് എന്ന് പറഞ്ഞു. ഒപ്പം ഒരു ഫാക്ടർ കൂടിയുണ്ട്, പൊസിഷൻ വെക്ടർ ആയ r, പിന്നെ മൊമെന്റം. ഈ മൊമെന്റവും ഒരു ഡയറക്ഷനാണ്. അത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് പിന്റെ ഡയറക്ഷൻ. ആ ഡയറക്ഷൻ അനുസരിച്ച് അതിന്റെ രണ്ടിന്റെ ആംഗിളും ഇവിടെ ഒരു ഫാക്ടറാണ്. മാഗ്നിറ്റ്യൂഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഡൈപോൾ ഫീൽഡ്. എ പോയിന്റ് ഡൈപോൾ എന്നൊരു കൺസെപ്റ്റ്, അതായത് ആ ഐഡിയൽ തന്നെ, ഈസ് ദി ലിമിറ്റ് ഒബ്റ്റൈൻഡ് ബൈ letting the separation tend to 0 while keeping the dipole moment infinite. നേരത്തെ നമ്മൾ ഫീൽഡിൽ, ഇലക്ട്രിക് ഫീൽഡിൽ പഠിച്ചത് the limit obtained by letting this charge q tend to 0 while keeping the f by q finite എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. A point dipole is the limit obtained by letting the separation tend to 0 while keeping the dipole moment finite. ഇപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കിയത്, ഡൈപോളിന്റെ സെന്ററിന് ഉള്ള ഇക്വട്ടോറിയൽ പ്ലെയിനില്
ഉള്ള ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചത് പി ബൈ ചുരുക്കി പറഞ്ഞ കെ ഇൻറ്റു പി ബൈ ആർ ക്യൂബ്. അതേ ഡിസ്റ്റൻസിൽ ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് 2p ബൈ ആർ ക്യൂബ്. ഇതും നമ്മൾ മനസ്സിലാക്കിയ ഒരു വിഷയം, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദി ഡൈപോൾ ആക്സിസ് ഈസ് ഡബിൾ ദി ഇലക്ട്രിക് ഫീൽഡ് at a point on the equatorial plane. Okay. Physical significance of dipole. നമ്മളിപ്പോ ഒരു ഫിസിക്സ് ഇപ്പൊ നമ്മളിവിടെ പഠിച്ചത് ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജ് വെച്ചു, ഒരു ഡൈപോൾ ഉണ്ടാക്കി. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിനെന്താണ് ഒരു ഫിസിക്കലി ഇതിനെന്ത് സിഗ്നിഫിക്കൻസ് ഉണ്ട്, എന്ത് പ്രാധാന്യമുണ്ട്? ഇതാണ് നമ്മുടെ ചർച്ച. പല സബ്സ്റ്റൻസിനും ഇതിന് പ്രാധാന്യമുണ്ട്. ഫോർ എക്സാമ്പിൾ പോളാർ മോളിക്യൂൾ, അതിന്റെ അർത്ഥം അതിന്റെ മോളിക്യൂൾ തന്നെ ഒരു ഡൈപോളാണ്. അപ്പൊ പോളാർ മോളിക്യൂളുകൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ, ഒരു എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ ഓർ വാട്ടർ. ഈ കാർബൺ ഡൈ ഓക്സൈഡും മീഥെയിനും ഒക്കെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുള്ളൂ. അല്ലാത്തപ്പോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും അത് ക്യാൻസൽ ചെയ്ത് പോവുകയും ചെയ്യും. അതിനെന്താ കാരണം? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റേഴ്സ് ഓഫ് എ ഡൈപോൾ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ്. അടുത്തത് വാട്ടർ ആണെങ്കിൽ അത് പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിലും അതിന് ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്തിരിക്കും. അതെന്തുകൊണ്ട്? ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റേഴ്സ് ഡു നോട്ട് കോയിൻസൈഡ്. ലെറ്റ് us read. When positive and negative centers of a dipole coincide, the dipole moment is zero, carbon dioxide and CH for example. But develop a dipole moment when an electric field is applied. When the centers do not coincide, then we'll have a permanent electric dipole moment even in the absence of an electric field. For example, water molecules. Okay. ഇനി ഒരു കൺസെപ്റ്റ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. രണ്ട് ചിത്രം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് സ്ട്രെങ്ത് ഡസ് നോട്ട് വേരി. എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് തന്നെ ആയിരിക്കും. എന്തുകൊണ്ട്? ഫീൽഡ് ലൈൻസ് ആർ പാരലൽ. അങ്ങനെ പാരലൽ അല്ലാത്ത ഫീൽഡ് ലൈൻസ് ഉണ്ടെങ്കിൽ അത് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അതിലെ ഫീൽഡ് സ്ട്രെങ്ത് ഡിഫറെന്റ് ആയിരിക്കും ഓരോ പോയിന്റിലും. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം? ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ പ്ലേറ്റും ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ പ്ലേറ്റും പാരലലായി അറേഞ്ച് ചെയ്താൽ മതി. ഇനി ഇതില് ഒരു പോയിന്റ് ചാർജ് കടന്നു പോകണു വിചാരിക്കാം. അപ്പൊ ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതും ഈ ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഒരു ഇന്ററാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകും. അതുപോലെ നെഗറ്റീവ് ആണെങ്കിലും. അപ്പോ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റ് റിപ്പൽ ചെയ്യും, നെഗറ്റീവ് പ്ലേറ്റ് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അങ്ങനെ. ഇങ്ങനെ ഒരു പോയിന്റ് ചാർജ് ഈ ഫീൽഡിൽ കടന്നു പോവുകയാണെങ്കിൽ അതിന്റെ പാത്ത് ഒരു പരാബോളയായിരിക്കും. കാരണം വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഓഫ് ദി പാർട്ടിക്കിൾ, പോസിറ്റീവിന്റെയും നെഗറ്റീവിന്റെയും ഡിഫ്ലക്ഷൻ കാരണം. ദി പാത്ത് ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ in uniform electric field is parabolic due to the vertical deflection of the particle in the field. Okay. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പോയിന്റ് ചാർജ് വെച്ചപ്പോൾ അതിന്റെ പാത്ത് നമ്മൾ മനസ്സിലാക്കി, അതിന്റെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ എന്തൊക്കെയാണെന്നൊക്കെ. ഇനി ഒരു ഡൈപോൾ ആണ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്നു വിചാരിക്കാം. എ ഡൈപോൾ ഇൻ എ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ്. ഇഫ് ഡൈപോൾ പാരലൽ ടു ദി ഫീൽഡ്, ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കുക, അതിന് പാരലലായി ആണ് വെക്കുന്നതെങ്കിൽ നെറ്റ് ഫോഴ്സ് 0, നെറ്റ് ടോർക്ക് 0.
അതിൻ്റെ അർത്ഥം ആ പോയിന്റ് ചാർജ് നീങ്ങിയതുപോലെ ഇത് നീങ്ങില്ല. കാരണം നെറ്റ് ഫോഴ്സ് 0 ആണ്, നെറ്റ് ടോർക്കും 0 ആണ്. പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഇനി സ്വല്പം ചരിച്ചു വെച്ചു തീറ്റ ഡിഗ്രിയിൽ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കുക, ഇ പ്ലസ് ക്യൂ മൈനസ് ക്യൂ ചാർജുകളൊക്കെ ശ്രദ്ധിക്കുക. പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ എക്സ്പീരിയൻസസ് ഈക്വലന്റ് പാരലൽ ഫോഴ്സസ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് പ്ലസ് ക്യൂവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൈനസ് ക്യൂവിന്റെയും ഫോഴ്സുകൾ ഉണ്ടാകും. അത് ഈക്വൽ ആണ് ആൻഡ് പാരലൽ ആണ്. അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് ഈസ് 0. Placed at an angle theta experiences equivalent parallel forces at plus q in the direction of the field, at minus q in the opposite direction. So the net force 0. കഴിഞ്ഞ ഒരു പബ്ലിക് എക്സാമിനേഷൻ ചോദിച്ചത് ഇങ്ങനെ ഫീൽഡും രണ്ട് ചാർജും വരച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിലെ പ്ലസ് ക്യൂ ചാർജ് എവിടെയാണ് മൈനസ് ക്യൂ ചാർജ് എവിടെയാണ് എന്ന് അടയാളപ്പെടുത്താൻ. അപ്പോൾ നമ്മൾ ഈ പൊസിഷനിൽ നിർത്തി കണ്ടാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് പ്ലസ് ക്യൂ അടയാളപ്പെടുത്തണം. ഇത്രയാണ് അതിൽ ചോദിച്ചത്. ബോത്ത് ഫോഴ്സസ് ആക്ട് അറ്റ് എ ഡിഫറെന്റ് പോയിന്റ്. അപ്പോൾ ഒരു വസ്തു ഒരു ഫക്രത്തിൽ തിരിയണമെങ്കിൽ ഒരറ്റത്ത് ഒരു ഫോഴ്സും മറ്റേ അറ്റത്ത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സും കൊടുത്താലാണ് തിരിയാനുള്ള ടെൻഡൻസി ഉള്ളൂ, ദാറ്റ് ഈസ് ടോർക്ക് ഉള്ളൂ. ഇവിടെ ബോത്ത് ഫോഴ്സസ് ഡിഫറെന്റ് പോയിന്റ്സിലാണ്. അതുകൊണ്ട് സോ നെറ്റ് ഫോർക്ക് ഈസ് നോട്ട് 0. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ഒരു എക്സ്റ്റേണൽ ഫീൽഡ്, യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡിൽ ഒരു ഡൈപോൾ വെച്ചാൽ അത് പാരലലായി വെക്കുകയാണെങ്കിൽ നെറ്റ് ഫോഴ്സും നെറ്റ് ടോർക്കും 0. ഒരു സർട്ടൻ ആംഗിളിൽ അത് വെക്കുകയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0, ബട്ട് ടോർക്ക് നെറ്റ് ടോർക്ക് ഈസ് നോട്ട് 0. ഓക്കെ. ഇപ്പോൾ ഒരു ആംഗിളിൽ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡിൽ ഒരു ഡൈപോൾ വെച്ചാൽ അതിന് ടോർക്ക് ഉണ്ടാകും എന്ന് പറയും. അതായത് തിരിയാനുള്ള ഒരു ടെൻഡൻസി അതിന് കിട്ടും, റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും എന്നർത്ഥം. അപ്പൊ ടോർക്ക് ഓഫ് എ ഡൈപോൾ എത്ര വരും? ടോർക്ക് പൊതുവെ കണക്കാക്കുന്നത് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഓഫ് ഫോഴ്സസ്. ഈ ലിവർ ആം എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോഴ്സസ്. ഇവിടെ ഫോഴ്സ് പ്ലസ് ക്യൂയിൽ ഒരു ക്യൂ ഇ ഫോഴ്സ്, മൈനസ് ക്യൂയിലും ഒരു ക്യൂ ഇ ഫോഴ്സ്. അപ്പൊ ക്യൂ ഇ ആണ് ഇവിടെ ഫോഴ്സ്. ലിവർ ആം ഡിസ്റ്റൻസ് പറയുമ്പോൾ ആ ചിത്രം നോക്കുക. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് 2a sin തീറ്റ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, തീറ്റന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അങ്ങനെ കണക്കാക്കി 2a sin തീറ്റ. അപ്പോ ടോർക്ക് ഈസ് ഈക്വൽ ടു എഫിന് പകരം QE ഇൻറ്റു 2a sin തീറ്റ. Q2a എന്ന് പറയുന്നത് മൊമെന്റമാണ്, ഡൈപോൾ മൊമെന്റ്. അപ്പൊ ടോർക്ക് ഈസ് ഈക്വൽ ടു PE sin തീറ്റ എന്ന് ഒബ്റ്റെയിൻഡ് എക്സ്പ്രഷൻ. ഈ ടോർക്ക് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കറങ്ങാനുള്ള ടെൻഡൻസി കറങ്ങും. എന്നിട്ടോ ദിസ് ടോർക്ക് വിൽ ടെൻഡ് ടു അലൈൻ ദി ഡൈപോൾ വിത്ത് ദി ഫീൽഡ്. ആ ഫീൽഡിന് പാരലലായി അലൈൻ ചെയ്യും. അപ്പൊ അലൈൻ ചെയ്താൽ ടോർക്ക് 0 ആവും, പിന്നെ അനങ്ങില്ല. ഇങ്ങനെ അലൈൻ ചെയ്യുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് 0 ഡിഗ്രിയിൽ എത്തിയിട്ട് ഒരു അലൈൻമെന്റ് ആവാം. ചിലപ്പോൾ അതിന്റെ പൊസിഷൻ അനുസരിച്ച് മാക്സിമം ഇപ്പൊ 90 ഡിഗ്രി വരുമ്പോൾ മാക്സിമം ടോർക്കാണ്. അപ്പൊ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ടോട്ടൽ 180 ഡിഗ്രി ആയി. അപ്പോ എന്താണ് സംഭവിക്കുക നോക്കുക, ആ ചിത്രം നോക്കുക. തീറ്റ 0 ആണെങ്കിൽ കണ്ടു, ടോർക്ക് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും ആ ഡൈപോൾ. ലെഫ്റ്റ് തിരിഞ്ഞ് വന്നാൽ 180 തിരിഞ്ഞു, അപ്പൊ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും 180യിൽ. മാക്സിമം 90യിലും സ്റ്റേബിൾ ഇക്വിലിബ്രിയം 0യിലും. തീറ്റ 0 ആകുമ്പോൾ
അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം 180 ഡിഗ്രിയിൽ. എന്താ സംഭവിച്ചത് നോക്കാം. 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഫീൽഡിന്റെ ഡയറക്ഷനിൽ തന്നെ പ്ലസ് ക്യൂ, തിരിഞ്ഞ് 180 തിരിഞ്ഞു കഴിയുമ്പോൾ മൈനസ് ക്യൂ ആണ്, നെഗറ്റീവ് ചാർജ് ആണ് ഫീൽഡിന്റെ ഡയറക്ഷനിൽ എത്തുക. അപ്പൊ അൺസ്റ്റേബിൾ ആയി. അതായത് അലൈൻ ചെയ്ത് നിൽക്കുന്നത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ. ഒരു ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ, അതിന് പാരലൽ ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0, നെറ്റ് ടോർക്ക് 0. അത് ഒരു തീറ്റ ആംഗിളിലാണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0, നെറ്റ് ടോർക്ക് ഈസ് നോട്ട് 0. ഇനി ഡൈപോൾ ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് എങ്കിൽ നെറ്റ് ഫോഴ്സ് ഈസ് നോട്ട് 0. അത് ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്നത് അതിലെ മൊമെന്റവും ഇലക്ട്രിക് ഫീൽഡും അറേഞ്ച് ചെയ്ത അല്ലെങ്കിൽ അലൈൻ ചെയ്ത രീതി പോലെ ഇരിക്കും. വെൻ മൊമെന്റ് ഈസ് പാരലൽ ടു ഇ, നെറ്റ് ഫോഴ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിംഗ് ഫീൽഡ്. ഇനി അതങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞ് ആന്റി പാരലൽ ആയി നിൽക്കുകയാണെങ്കിൽ when moment is anti-parallel to electric field, net force in the direction of decreasing field. ഇനി അടുത്ത ചിത്രം. ഇത് ഈ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലെ ഡൈപോളിന്റെ ഒരു പ്രത്യേകത അപ്ലൈ ചെയ്തിട്ടുള്ളതിനൊരു എക്സാമ്പിൾ. ഒരു കോമ്പ് ചെയ്യാൻ ഉപയോഗിച്ച ഒരു കോമ്പ്, അതിൽ ചാർജ് ഉണ്ടാവും. അത് ചാർജ് ഇല്ലാത്ത പേപ്പർ പീസസിനെയൊക്കെ അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യാനുള്ള കാരണം ഈ കോമ്പിലെ ചാർജ് പേപ്പറിൽ ഡൈപോളുകൾ ഇൻഡ്യൂസ് ചെയ്തതാണ്. ആ ഡൈപോള് ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലായതുകൊണ്ട് സോ പേപ്പർ മൂവ് ഈസിലി. എ ചാർജ്ഡ് കോംബ് അട്രാക്ട് അൺചാർജ്ഡ് പേപ്പർ പീസസ്. ദി ചാർജ്ഡ് കോംബ് ഇൻഡ്യൂസസ് എ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഓൺ പേപ്പർ. E due to the comb is not uniform, so paper moves easily. What does an electric dipole experience when kept with an angle in a uniform electric field and a non-uniform electric field? Net force is 0 in uniform electric field, but net force is not 0 in non-uniform electric field. An electric dipole is placed in a uniform electric field of intensity E. Let theta be the angle between dipole moment and electric field. Derive an expression for the torque acting on the electric dipole. What orientation of the dipole corresponds to stable and unstable equilibrium? When theta is equal to 0, stable. When theta is equal to 180, unstable. Okay. An electric dipole made of positive and negative charges, each of 1 microcoulomb, and placed at a distance 2 cm apart. If the dipole is placed in an electric field of 10 raised to 5 Newton per C coulomb, what is the maximum torque the electric field can exert on the dipole if it is turned from a position theta to 90 degree to theta to 180? Question: ഒരു ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലുണ്ട്. ഫീൽഡ് സ്ട്രെങ്ത് E തന്നിട്ടുണ്ട്. ഡൈപോളിന്റെ ഡിസ്റ്റൻസ് 2 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് 2 into 10 raised to -2 meter. ചാർജ് ഓരോന്നും
1 microcoulomb, that is 10 raised to minus 6 coulomb. അല്ലെ മാക്സിമം ടോർക്ക് എത്ര വരും കണക്കാക്കാനാ ചോദ്യം. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് ഇപ്പോ തീറ്റയിൽ നിന്നും 0-യിൽ നിന്നും 180 വരെ കറങ്ങുന്നതായി പറഞ്ഞു. അതിലിടയ്ക്ക് മാക്സിമം ടോർക്ക് കിട്ടുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു 90 ആകുമ്പോൾ എക്സ്പ്രഷൻ ഇതാണ്. tau ഈസ് ഈക്വൽ ടു പി സൈൻ തീറ്റ. Q 1 microcoulomb is equal to 10 raised to minus 6 coulomb. 2A തന്നിട്ടുണ്ട്, 2 into 10 raised to minus 2 meter. E 10 raised to 5 n bar C, n per C. അപ്പോൾ tau is equal to P എന്ന് പറയുന്നത് Q2A. അപ്പോൾ 10 raised to minus 6 into 2 into 10 raised to minus 2 into E 10 raised to 5 into sin theta sin 90 അത്രയും ന്യൂട്ടൺ മീറ്റർ വർക്കൗട്ട് ചെയ്ത് എഴുതാം. An electric dipole with the dipole moment 4 into 10 raised to minus 9 coulomb meter is aligned at 30 degree with the direction of the uniform electric field of magnitude 5 into 10 raised to 4 n bar C. Find the value of torque acting on the dipole. ഇതുപോലെ തന്നെ അതും. ഓക്കെ.